ബഹുമാനപ്പെട്ട സ്പീക്കർ സാർ, കേരള നിയമസഭയുടെ അകത്തളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അംഗമായും കാസർഗോഡിനെ പ്രതിനിധീകരിക്കാൻ അവസരം ലഭിച്ചതിൽ അതിയായ അഭിമാനവും സന്തോഷവുമുണ്ട്. ജനസേവനത്തിൻ്റെ ഈ ഔദ്യോഗിക ചുമതലക്കായി എന്നെ നിയോഗിച്ച ആദരണീയനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളോടും കാസർഗോഡ് മണ്ഡലത്തിൽ എൻ്റെ വിജയത്തിനായി അഹോരാത്രം പ്രയത്നിച്ച UDF നേതാക്കളോടും പ്രിയപ്പെട്ട പ്രവർത്തകരോടും എന്നെ നെഞ്ചിലേറ്റിയ ജനങ്ങളോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ആദ്യമായി ഞാൻ ഈ സഭയിൽ രേഖപ്പെടുത്തുന്നു. സർ, കേരള രാഷ്ട്രീയ ഭൂമികയിൽ ഏറെ സവിശേഷതകളുള്ള മണ്ഡലമാണ് കാസർഗോഡ്. കാസർഗോഡ് എന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. കോട്ടകളുടെ നാടായും കാസർഗോഡിനെ അറിയപ്പെടുന്നുണ്ട്. എന്നാൽ ഫാസിസത്തെ ചെറുക്കാൻ കാസർഗോഡ് UDF തീർക്കുന്ന പ്രതിരോധ കോട്ടയ്ക്ക് പുരാതന കാലത്ത് നിർമ്മിച്ച കോട്ടകളേക്കാൾ ദൃഢതയുണ്ടെന്ന് പറഞ്ഞാൽ ആലങ്കാരികമാകില്ല. വാസ്തവം തന്നെയാണ്. സംഘപരിവാർ ഫാസിസ്റ്റ് ശക്തികൾ കഴിഞ്ഞ 48 വർഷമായി രണ്ടാം സ്ഥാനത്ത് എത്താറുള്ള രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന ഒരിടമായിരുന്നിട്ടും തങ്ങൾ ജയിക്കില്ല എന്ന് പൂർണ്ണമായി CPM-ന് ബോധ്യമുണ്ടായിട്ടും UDF-നെ തകർത്ത് BJP-യെ വിജയിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടെ മാത്രമായി അണിയറയിൽ നടത്തിയ രാഷ്ട്രീയ ഡീൽ എല്ലാവർക്കും പകൽ പോലെ വ്യക്തമായതാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ച LDF സർക്കാരിൻ്റെ വികസന മുരടിപ്പിൽ മനം മടുത്തും BJP-യുടെ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയത്തെ തള്ളിക്കളഞ്ഞും കാസർഗോഡ് മതനിരപേക്ഷ ജനത അവരുടെ കുടില തന്ത്രങ്ങളെ തകർത്തെറിഞ്ഞ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി കാസർഗോട്ടെ വോട്ടർമാർ എന്നെ ഈ സഭയിലേക്ക് ജനപ്രതിനിധിയായി അയച്ചത് സപ്തഭാഷകളുടെ ഈ വർണ്ണഭൂമിക സഹവർത്തിത്വത്തിനും സഹാനുഭൂതിക്കും കേളുകേട്ട നാടാണ്. പാടിയും എഴുതിയും മാനവികതയെ മനോഹരമാക്കിയ മഹാകവി P. കുഞ്ഞിരാമൻ നായരും രാഷ്ട്രകവി ഗോവിന്ദപ്പയ്യും മാപ്പിളക്കവി T. ഉബൈദ് സാഹിബും കന്നഡ സാഹിത്യ കുലപതി കയ്യാർ കിഞ്ഞണ്ണറയും മനുഷ്യ സ്നേഹത്തിൻ്റെ തിളങ്ങുന്ന ബിംബമായ സായിറാം ഗോപാലകൃഷ്ണ ഭട്ടും ജീവിച്ച മനോഹരമായ എൻ്റെ നാട് വികസന പോരായ്മ കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. വലിയ പ്രതീക്ഷയോടെ ആകെയുള്ള 5-ൽ 4 പേരെയും ഈ സർക്കാരിന് കരുത്തു പകരാനായി ജനങ്ങൾ നിയോഗിച്ചത്. പുതിയ കാലത്ത് നമ്മുടെ സംസ്കാരത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ തികഞ്ഞ ദീർഘവീക്ഷണത്തോടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ അവർ അവതരിപ്പിച്ച ഈ പുരോഗമനാത്മക ബജറ്റിനെ ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുന്നു, പൂർണ്ണമായി പിന്തുണക്കുന്നു. നവകേരള സമിതിക്ക് കരുത്തു പകരുന്ന ഒട്ടനവധി പ്രഖ്യാപനങ്ങൾ ഈ പുതുക്കിയ ബജറ്റിലുണ്ട്. ഈ സഭയിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ നാട്ടുകാരുടെ കടിച്ചമർത്തിയ വലിയൊരു നിരാശയും കടുത്ത വേദനയുമുണ്ട്. കേരളത്തിൽ മറ്റ് ജില്ലകളിൽ ആധുനിക സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ സൗകര്യങ്ങൾ വളർന്നു പന്തലിക്കുമ്പോഴും ഒരു അടിയന്തര ഘട്ടമുണ്ടായാൽ തൊട്ടടുത്ത മംഗലാപുരത്തേക്കോ കണ്ണൂരിലേക്കോ ജീവനും കൊണ്ട് ഓടേണ്ടി വരുന്ന കാസർഗോട്ടുകാരുടെ ശ്വാസം മുട്ടുന്ന വേദനയാണ് മഹാമാരി കോവിഡ് കാലത്ത് വഴിയരികിൽ 20ഓളം പൊലിഞ്ഞുപോയ ജീവനുകളുടെ ഓർമ്മകൾ ഞങ്ങളെ വേട്ടയാടുന്നുണ്ട്. കാസർഗോഡ് മെഡിക്കൽ കോളേജ് 2013 നവംബർ മാസത്തിൽ അന്നത്തെ UDF മുഖ്യമന്ത്രിയായിരുന്ന ജനനായകൻ ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടതാണ്. എന്നാൽ നിർഭാഗ്യവശാൽ കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണകാലത്ത് ഈ സ്ഥാപനത്തിന് വലിയ രീതിയിലുള്ള അവഗണന നേരിടേണ്ടി വന്നു. തന്മൂലം ശൈശവ ദിശയിലുള്ള ഈ മെഡിക്കൽ കോളേജ് ഇന്ന് വലിയ അടിസ്ഥാന സൗകര്യ വികസന പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ആദ്യ ബാച്ചിലെ 50 കുട്ടികൾ പഠിക്കുന്ന അക്കാദമിക് ബ്ലോക്ക് പൂർണ്ണമായി ഫയർ ആൻഡ് സേഫ്റ്റി ക്ലിയറൻസോ നിർമ്മാണ ഏജൻസിയിൽ നിന്നുള്ള ഔദ്യോഗിക കൈമാറ്റമോ ഇനിയും
പൂർത്തിയാക്കാനുണ്ട്. ഒരു മെഡിക്കൽ കോളേജിന് അത്യാവശ്യമായ ആശുപത്രി, മോർച്ചറി, അനാട്ടമി പഠനത്തിന് ശേഷമുള്ള മൃതദേഹങ്ങളുടെ സംസ്കരണ സംവിധാനങ്ങളോ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യങ്ങളോ ഇനിയും പൂർണ്ണതോതിൽ വികസിച്ചു വരേണ്ടതുണ്ട്. ക്യാമ്പസിനകത്ത് ഒരു ക്യാൻറ്റീൻ പോലും ഇല്ലാത്തതിനാൽ വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ പോലും വിദ്യാർത്ഥികൾ കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ട അവസ്ഥയാണുള്ളത്. 13 വർഷമായിട്ടും സ്വന്തം മെഡിക്കൽ കോളേജ് പൂർണ്ണതോതിൽ യാഥാർത്ഥ്യമാകാത്തതിലുള്ള കാസർഗോട്ടുകാരുടെ ഈ കടുത്ത നിരാശയും ജനങ്ങളുടെ വിലാപവും ഞാൻ ഈ സഭയെ അറിയിക്കുകയാണ്. LDF കാലത്തുണ്ടായ ഈ കടുത്ത അവഗണന UDF കാലത്ത് മാറിയേ തീരൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് വളരെ വിനീതപൂർവമായ ഒരു അഭ്യർത്ഥനയാണുള്ളത്. കാസർഗോഡിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അങ്ങയുടെ കരുതൽ ഈ മെഡിക്കൽ കോളേജിന് വലിയൊരു ആശ്വാസമാകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. വികസന കാര്യത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കാസർഗോഡ് ജില്ലക്കായിരിക്കും തൻ്റെ ഒന്നാമത്തെ പരിഗണന എന്ന താങ്കളുടെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഞങ്ങൾക്കെന്നും ആശ്വാസം പകരുന്നു. കഴിഞ്ഞ LDF കാലത്തുണ്ടായ അവഗണന കാരണം നാളിതുവരെ ജനങ്ങൾ അനുഭവിച്ച നിരാശയും വേദനയും മാറ്റാൻ അങ്ങയുടെ നേരിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഒരു നഴ്സിംഗ് സ്കൂൾ ആരംഭിച്ചെങ്കിലും 3 ബാച്ചുകൾ ആരംഭിച്ചെങ്കിലും ഇതുവരെയും ഒരു കെട്ടിടം പോലുമില്ലാതെ 180ഓളം കുട്ടികൾ താമസ സൗകര്യം പോലുമില്ലാതെ വിവിധ വീടുകളിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. അതിനും ഒരു പരിഹാരം കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കാസർഗോഡ് സർക്കാർ ജനറൽ ആശുപത്രി എൻഡോസൾഫാൻ പാക്കേജിൽ ഉൾപ്പെടുത്തി നബാർഡിൻ സഹായത്തോടെ 8 നില കെട്ടിടം പണിയാനുള്ള 8,40,00,000 രൂപയുടെ പ്രവൃത്തി പൂർത്തീകരിക്കും മുമ്പേ നബാർഡിൻ്റെ കാലാവധി അവസാനിച്ചതിനാൽ കഴിഞ്ഞ 5 വർഷമായി കെട്ടിടം മുടങ്ങിക്കിടക്കുകയാണ്. കരാറുകാരന് നൽകാനുള്ള 2 കോടിയോളം രൂപ നൽകി അതിന് പരിഹാരം കണ്ടെത്തി ആ കെട്ടിടം പ്രവൃത്തി പൂർത്തീകരിച്ച് കൈമാറാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കേരളത്തിന് ഏറ്റവും അർഹതപ്പെട്ട എയിംസ് കഴിഞ്ഞ പല വർഷങ്ങളായി കേന്ദ്ര ഗവൺമെൻറ് അനുകൂല തീരുമാനമെടുക്കാതെ മുന്നോട്ട് പോവുകയാണ്. ഇതിന് ഏറ്റവും അനുയോജ്യമായ പ്രദേശമാണ് കാസർഗോഡ്. ആരോഗ്യരംഗത്ത് അതിതീവ്രമായ പിന്നോക്കാവസ്ഥയും എൻഡോസൾഫാൻ ബാധിതരുടെ ദുരിതവും കാസർഗോഡിന് എയിംസിൻ്റെ ആവശ്യകത അടിവരയിടുന്നു. കേരളത്തിൽ സർക്കാരുടെ ഉടമസ്ഥതയിൽ ഏറ്റവും കൂടുതൽ ഭൂമി ലഭ്യമായതും നാനാവിധത്തിലുള്ള യാത്രാ സൗകര്യവും എയിംസ് സ്ഥാപിക്കാൻ കാസർഗോഡിനെ ഏറ്റവും അനുയോജ്യമാക്കുന്നു. കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി എയിംസ് കാസർഗോഡ് സ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. എൻ്റെ മണ്ഡലത്തിലെ ചെർക്കള കല്ലെടുക്ക അന്തർ സംസ്ഥാന പാതയിൽ 7 വർഷമായി ഒരു കാലപ്പഴക്കം മുതലും ജീർണിച്ച അപകടാവസ്ഥയിലായ പള്ളത്തെടുക്ക പാലത്തിന് ഒരു ബോർഡ് വെച്ചതല്ലാതെ, പാലം അപകടത്തിൽ എന്ന് പറഞ്ഞ് ഒരു ബോർഡ് വെച്ചതല്ലാതെ അത് പുതുക്കി നിർമ്മിക്കാനുള്ള നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇനിയെങ്കിലും ദയവ് ചെയ്ത് പുനർനിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മെയ്ഡൻ സ്പീച്ച് ആയതുകൊണ്ടാണ് ഇടപെടാത്തത്. പക്ഷേ കഴിയുന്നത്ര കൺട്രോൾ ചെയ്തു. കാസർഗോഡ് മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായി ആശ്രയിക്കുന്ന കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ തൊഴിൽ സാധ്യതകൾ മുൻനിർത്തി ന്യൂജൻ കോഴ്സുകളായ ഫോറൻസിക് സയൻസ്, സ്പേസ് ആൻഡ് പ്ലാനറ്ററി സയൻസ്, ലോജിസ്റ്റിക്, AI, മീഡിയ കോഴ്സുകൾ തുടങ്ങിയവ ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. കാസർഗോട്ടെ അതിരൂക്ഷമായ വൈദ്യുതി പ്രശ്നം പരിഹരിക്കുന്നതിന് അടിയന്തര നടപടികൾ ആവശ്യമാണ്. 2024 മുതൽ 27 വരെ വർഷക്കാല അളവിലേക്ക് സ്പെഷ്യൽ പാക്കേജിൽ അനുവദിച്ച 394.15 കോടി രൂപ ടെൻഡർ നടപടികളുടെ സാങ്കേതിക കുരുക്കുകൾ കാരണം ഇതുവരെയും പൂർത്തീകരിച്ചിട്ടില്ല. ആ കുരുക്കുകൾ തീർക്കുകയോ അല്ലെങ്കിൽ പ്രവൃത്തികൾ വൈദ്യുതി ബോർഡ് നേരിട്ട് നടത്താനോ തയ്യാറാകണമെന്ന്
തയ്യാറാകണമെന്നും മേലിൽ മേഖലയിലെ പ്രശ്നങ്ങളുടെ സ്ഥിരപരിഹാരത്തിന് ബോർഡിൻ്റെ പരിധിയിലുള്ള കാസർഗോഡ് ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് സബ്സ്റ്റേഷൻ സമഗ്ര പദ്ധതി വേഗം തന്നെ നടപ്പിലാക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. തീർന്നു. ജില്ലാ ആസ്ഥാന കേന്ദ്രമായ കാസർഗോഡ് നഗരത്തിൽ അതിരൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനും മുഖച്ഛായ മാറ്റുന്നതിനും നവീകരണ പ്രവർത്തനങ്ങൾക്കും സ്ഥലം ഏറ്റെടുത്തുള്ള പദ്ധതിക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചാൽ കാസർഗോഡ് നഗരത്തിന് ശാപമോക്ഷം ലഭിക്കുമെന്നതിൽ തർക്കമില്ല. ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി KM ഷാജിക്കും ഇത് ബോധ്യപ്പെട്ടതാണ്. ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ കാസർഗോഡ് അടക്ക കർഷകർക്കായി പ്രത്യേക പാക്കേജ് തയ്യാറാക്കണമെന്നും ഗ്രൂപ്പ് വില്ലേജ് ഓഫീസായ കുഡ്ലു ചെങ്കള വില്ലേജ് ഓഫീസുകൾ വിഭജിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജനകീയ ബജറ്റിനെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ